ഇനി നമുക്കൊരു ഉഴുന്നോടെ ഉണ്ടാക്കിയാലോ. അതിനായിട്ട് ഒരു ഗ്ലാസ് ഉഴുന്ന് നന്നായിട്ട് കഴുകിയതിന് ശേഷം അതൊന്ന് കുതിരാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് നന്നായിട്ട് കുതിർന്ന് വന്നതിന് ശേഷം അതൊരു മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതൊരു നമ്മളൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് ഒരു ഫോർക്ക് ഉപയോഗിച്ച് നന്നായിട്ട് അത് ബീറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ ബീറ്റ് ചെയ്യുന്നതിലാണ് കേട്ടോ ഇത് നന്നായിട്ട് ഫ്ലഫി ആകുന്നത്. അപ്പോൾ അതാ നന്നായിട്ട് ബീറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതൊരു 2 മണിക്കൂർ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഒരു സവോള ചെറുതായി അരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും കൂടെ എടുത്തു. നിങ്ങൾക്ക് കുരുമുളക് ക്രഷ് ചെയ്തൊക്കെ ഇടാം കേട്ടോ, പച്ചമുളകും ഒക്കെ ഇടാം. ഞാൻ കുഞ്ഞുങ്ങളുള്ളത് കാരണം അതൊന്നും ഇട്ടിട്ടില്ലെന്നേ ഉള്ളൂ. അപ്പോൾ അതും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് കൈ കൊണ്ട് ഇളക്കി കൊടുക്കുക. ഇനി നമ്മൾ ഒരു ബൗളിലേക്ക് കുറച്ച് വെള്ളം എടുത്തിട്ട് ഇതിൻ്റെ ഒരു ചെറിയൊരു ബോൾസ് ആയിട്ട് ഇട്ട് കൊടുത്ത് നോക്കുക. അപ്പോൾ അത് പൊങ്ങി കിടക്കുന്നുണ്ടെങ്കിൽ അത് കറക്റ്റ് പരുവാണ് കേട്ടോ. അപ്പോൾ നമ്മളിനി ഒരു പാൻ വെച്ച് എണ്ണ ഒഴിച്ചു കൊടുത്ത് എണ്ണ നന്നായി ചൂടായതിന് ശേഷം നമ്മൾ ഈ എടുത്ത് വെച്ചിരിക്കുന്ന മാവിൽ ഓരോ ഹോളിട്ട് ഉഴുന്നോടെ ഉണ്ടാക്കിയെടുക്കുക കേട്ടോ. തിരിച്ചും മറിച്ചും ഇട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ ഉണ്ടാക്കിയെടുക്കുക. നല്ല ടേസ്റ്റിയാണ്, നല്ല ഫ്ലഫി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എല്ലാവർക്കും ഇഷ്ടമാവും. പിന്നെ ഉഴുന്ന് ഇടുമ്പോൾ പ്രത്യേകം സൂക്ഷിക്കുക, കയ്യിലൊന്നും എണ്ണ തെറിക്കാതിരിക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. താങ്ക് യു.